നമസ്കാരം. കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസൺ ഔസേപ്പ് കുറിച്ചിയിൽ ഹോം നേഴ്സായി എത്തിയത് ഡിസംബർ 7-ന്. അന്ന് മുതൽ ഇവിടെ ഒരു വീട്ടിലെ വയോധികനെ പരിചരിക്കലായിരുന്നു ജോൺസന്റെ ജോലി. ഭാര്യയും മകനും മരിച്ച ഈ വ്യക്തിയുടെ മകളാണ് ജോൺസണിനെ അച്ഛന്റെ പരിചരണത്തിന് നിയോഗിച്ചത്. ഈ വീട്ടിൽ നിന്നാണ് ജോൺസൺ കഠിനംകുളത്ത് എത്തിയതും ആതിരയെ കൊന്നു തള്ളിയതും. വീട്ടിലെത്തി ആതിരയിൽ നിന്നും ചായ വാങ്ങി കുടിച്ച ജോൺസൺ ക്ലോറോഫോം ഉപയോഗിച്ച് ആതിരയെ മയക്കിയെന്നാണ് നിഗമനം. ഹോം നേഴ്സ് എന്ന തരത്തിലെ ജോലി സാധ്യത ഉപയോഗിച്ചാണ് ക്ലോറോഫോം അടക്കം ഇയാൾ കൈക്കലാക്കിയത്. കൊല നടത്തിയ ശേഷവും കുറിച്ചിയിലെത്തി. ഇന്നാണ് പ്രതിയെ പോലീസ് സ്ഥിരീകരിച്ചത്. ഇതോടെ മാധ്യമങ്ങളിൽ ഫോട്ടോ എത്തി. കുറിച്ചിയിലെ വയോധികന്റെ മകൾ ജോൺസനെ തിരിച്ചറിഞ്ഞു. ഉടൻ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു. മെമ്പറാണ് ചിങ്ങവനം പോലീസിനെ വിവരം അറിയിച്ചത്. അങ്ങനെ പോലീസ് എത്തി. വീട് വളഞ്ഞ് ചിങ്ങവനം പോലീസ് പ്രതിയെ പിടിച്ചു. ഇതോടെ താൻ വിഷം കഴിച്ചുവെന്ന് ജോൺസൺ പറയുകയായിരുന്നു. ഉടൻ അടിയന്തര ചികിത്സയും നൽകി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മുമ്പ് തന്നെ ചികിത്സ നൽകിയത് നിർണായകമായി. ഇതോടെ കഠിനംകുളത്തെ കൊലയിലെ ചുരുളെല്ലാം അഴിയുമെന്നും ഉറപ്പായി. ആതിരയുമായി ജോൺസന് 1 വർഷത്തോളമായി അടുപ്പമുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ പങ്കുവച്ചാണ് ഇവരുടെ സൗഹൃദം ആരംഭിച്ചത്. ഭർത്താവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയെ ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചിരുന്നു. എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് പണം വാങ്ങി. ആതിരയിൽ നിന്ന് ഇയാൾ 1,30,000 രൂപ പലതവണയായി വാങ്ങിയിരുന്നു. കൊല്ലപ്പെടുന്നതിന് 3 ദിവസം മുൻപ് 2,500 രൂപ ആതിര നൽകിയതായും കണ്ടെത്തി. 5 മാസത്തിനിടെ പലതവണ കഠിനംകുളത്ത് ജോൺസൺ വന്നിരുന്നു. പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച പ്രതി സംഭവത്തിന് ശേഷം മുറിയൊഴിഞ്ഞു. ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നു കളഞ്ഞതും. പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ കയറി കോട്ടയത്തും എത്തി. ചിറയൻകീഴിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോയത്. അതിനുശേഷം കോട്ടയത്ത് എത്തുകയായിരുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇതെല്ലാം. 7 മാസം മുൻപ് ജോൺസനെ കുറിച്ച് ആതിര പറഞ്ഞിരുന്നതായി ഭർത്താവ് രാജേഷ് പോലീസിനോട് വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാവിലെ 11:30-യോടെയാണ് ആതിരയെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 5:30-യോടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ രാജേഷ് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ 12,000-ഓളം ഫോളോവേഴ്സ് ഉള്ള ആളാണ് പ്രതി ജോൺസൺ. ഇയാൾ വിവാഹമോചിതനാണ്. എറണാകുളം ചെല്ലാനത്ത് നിന്നാണ് ഇയാൾ വിവാഹം ചെയ്തത്. വിവാഹമോചനത്തിന് ശേഷം മുൻ ഭാര്യ വിദേശത്താണ്. ഇയാൾക്കെതിരെ സ്ത്രീധന പീഡന കേസുമുണ്ട്. ഇയാൾ സൈക്കോയെ പോലെ പെരുമാറുന്നത് കൊണ്ടായിരുന്നു വിവാഹമോചനമെന്നാണ് മുൻ ഭാര്യ വീട്ടുകാർ പറയുന്നത്. കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേപ്പ്. ആതിരയെ ജനുവരി 21 ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംശയം ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തിലേക്ക് നീണ്ടത്. ഏറെ നാളായി ആതിരയും ജോൺസണും അടുപ്പത്തിലാണ്. റീലുകൾ അയച്ചു തുടങ്ങി പരിചയം വളർന്നു വലുതായി. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നു. ഒടുവിൽ കൂടെ ചെല്ലണമെന്ന ജോൺസന്റെ ആവശ്യം ആതിര നിരസിച്ചു. സംഭവ ദിവസം രാവിലെ 9 മണിയോടെ ജോൺസൺ കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിലെത്തി. മയക്കി കിടത്തിയ ശേഷം ആതിരയുടെ കഴുത്തറുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതി കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. ശേഷം ആതിരയുടെ സ്കൂട്ടർ ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവിനോട് ആതിര പറഞ്ഞിരുന്നു. രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല. ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത്. ഇത് പുറത്തു പറഞ്ഞാൽ ജീവനെടുക്കുമെന്ന് ആതിര പറഞ്ഞതിനാലാണ് നേരത്തെ ആരെയും അറിയിക്കാത്തതെന്നും രാജീവ് വ്യക്തമാക്കി. ആതിര കൂടുതൽ സമയം സമൂഹ മാധ്യമത്തിൽ ചെലവഴിക്കുന്നത് പലതവണ വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിന് മൊഴി നൽകി. ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്താണ് നടപ്പാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം.